വെൽക്കം ടു പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ മാഗ്നറ്റിക് ഇഫക്ട്സ് കറന്റ് എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ക്ലാസ്സിൽ മോഷൻ ഓഫ് എ ചാർജ് ഇൻ കമ്പൈൻഡ് ഫീൽഡ്സ്. കമ്പൈൻഡ് ഫീൽഡ്സ് മീൻസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് when a charge is moving in the presence of both electric and magnetic fields, it is experienced by a force. What is that force called? ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു റീജിയനിലൂടെ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ലോറൻസ് ഫോഴ്സ്. അതാ, ആ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. F equal to QE plus QV cross B. That is FE plus FB എന്ന് എഴുതാം നമുക്ക്. FE എന്താണ്? It is the force due to electric field and FB is the force due to magnetic field. Okay, so Q into E plus V cross B gives you the total force acting on the charged particle. Right? ഇനി നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്നൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ലോറൻസ് ഫോഴ്സ് എന്താണെന്നും, അല്ലെങ്കിൽ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു റീജിയനിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം, നമുക്ക് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പെഷ്യൽ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. So here we are assuming that electric and magnetic fields are perpendicular to each other. Okay, മുമ്പ് നമ്മൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ എന്നുള്ള ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. Okay, and also perpendicular to the velocity of the particle. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളിന് പെർപെൻഡിക്കുലർ ആണ് ഈ രണ്ട് ഫീൽഡും. ഏതൊക്കെ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ഫിഗർ ഒന്ന് നോക്കൂ. അതിൽ രണ്ട് ഫീൽഡിൻ്റെയും അതുപോലെ തന്നെ വെലോസിറ്റിയുടെയും ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് വെലോസിറ്റി ഈസ് അലോങ് എക്സ് ആക്സിസ്. എന്ന് പറഞ്ഞാൽ എന്താ? ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? V equal to V I cap. I cap represents unit vector along x direction. So velocity of the particle can be written as V equal to, or vector V equal to V I cap. ഇനി what is the direction of electric field? ഫിഗറിൽ നോക്കൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് along y axis. Okay, the electric field is acting along y axis, y direction. അപ്പോൾ നമുക്ക് വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. വെക്ടർ E ഈക്വൽ ടു ഇ ജെ ക്യാപ്പ്. ഓക്കെ, ആ ജെ ക്യാപ്പ് എന്നുള്ള ക്യാപ്പ് വന്നിട്ടില്ല, അതൊരു ടൈപ്പിംഗ് ബുദ്ധിമുട്ടുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതാം. E ഈക്വൽ ടു ഇ ജെ ക്യാപ്പ്. വെക്ടർ E ഈക്വൽ ടു ഇ ജെ ക്യാപ്പ്. ദാറ്റ് മീൻസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇസ് ആക്ടിങ് അലോങ് y direction. Then what about the magnetic field? Magnetic field is acting along z direction. So അതെങ്ങനെ നമുക്ക് വെക്ടർ ആയിട്ട് എഴുതാം? വെക്ടർ B ഈക്വൽ ടു B K cap. K cap is unit vector along z direction. B K cap. Okay, അപ്പോൾ V velocity along x direction, electric field is along y direction, magnetic field is along z direction. അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ വെക്ടർ V ഈക്വൽ ടു V I cap, വെക്ടർ E ഈക്വൽ ടു ഇ ജെ ക്യാപ്പ്, ആൻഡ് വെക്ടർ B ഈക്വൽ ടു B K ക്യാപ്പ്. ഓക്കെ, ഇതാണ് 3 വെക്ടേഴ്സ്. ഇനി ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻഫ്ലുവൻസിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സും ആക്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. F is equal to QE. That is force due to electric field. F equal to QE. ഏത് ഡയറക്ഷനിലായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. നമുക്ക് പോസിറ്റീവ് ചാർജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് അതിലുണ്ടാവുന്ന ഫോഴ്സ്. അപ്പോൾ F ഈക്വൽ ടു QE എന്നത് നമുക്ക്
ക്യൂ ഇ ജെ ക്യാപ്പ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ജെ ക്യാപ്പ് ഉപയോഗിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും വൈ ഡയറക്ഷനിലാണ്. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ക്യൂ ഇ ജെ ക്യാപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. Now, what is the force due to magnetic field? Force due to magnetic field is QV cross B or QVB sin theta. ഓക്കെ, ഇവിടെ നമ്മൾ ആ തീറ്റയിലേക്ക് പോകുന്നതിന് പകരം യൂണിറ്റ് വെക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ വി ക്രോസ് ബി എന്നുള്ളത് ക്യൂ വി ഐ ക്രോസ് ബി കെ ക്യാപ്പ്. ഓക്കെ, ക്യൂ വിക്ക് പകരം നമ്മൾ നേരത്തെ എഴുതിയല്ലോ വി ഐ ക്യാപ്പ്. ഓക്കെ, ക്രോസ് ബിക്ക് പകരം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എഴുതാം? ബി കെ ക്യാപ്പ്, വിച്ച് ഇസ് ക്യൂ വി ബി ഇൻറ്റു ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ്. ഓക്കെ, ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ്. വാട്ട് ഇസ് ഐ ക്രോസ് കെ? ഐ ക്രോസ് കെ ഈക്വൽ ടു minus j. So the equation is minus QVBJ. Very important. Minus QVBJ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി എക്സ് ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ഡയറക്ഷനിലാണ്. ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ഏതാണ്? യെസ്, വൈ ഡയറക്ഷനാണ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ്, വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആണ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ഡയറക്ഷനിൽ, അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ഫോഴ്സ്. വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ, അതിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം ഫോഴ്സ്. ആ ഒരു ഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സ്, അതായത് എക്സ് ആക്സിസിനും സെഡ് ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലായിരിക്കും? യെസ്, എക്സിനും സെഡിനും പെർപെൻഡിക്കുലർ ആവുന്ന ഡയറക്ഷൻ ഏതാ? വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഐ ക്രോസ് കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് മൈനസ് ജെ. സോ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇസ് മൈനസ് ക്യൂ വി ബി ജെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതാം. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ക്യൂ ഇ, ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ക്യൂ വി ബി ഐ ക്രോസ് കെ. ആ രീതിയിൽ തന്നെ എഴുതാം, കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ സോ യു ഹാവ് ടു ഫോഴ്സസ്. ഏതൊക്കെയാണ്? വൺ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദി അതർ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഈക്വൽ ടു ക്യൂ ഇ ജെ മൈനസ് ക്യൂ വി ബി ജെ. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ ഡ്യൂ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ട് ഫീൽഡുകളും കാരണം ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. So F equal to QEJ minus QVBJ or Q into E minus VB into J. Okay, J cap. That gives you the direction of the net force. അല്ലേ, ടോട്ടൽ ഫോഴ്സ് അല്ലേ ഇത്. F equal to QE plus QV cross B എന്നുള്ളത് ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് നെഗറ്റീവ് ജെ ഡയറക്ഷനിലാണ് കിട്ടിയത്. സോ എഫ് ഈക്വൽ ടു ക്യൂ ഇ ജെ മൈനസ് ക്യൂ വി ബി ജെ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ മൈനസ് വി ബി ജെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. ക്യൂ ഇ അലോങ് പോസിറ്റീവ് വൈ ഡയറക്ഷൻ, ക്യൂ വി ബി അലോങ് നെഗറ്റീവ് വൈ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ദ നെറ്റ് ഫോഴ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, അതിലുള്ള ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അത് ക്യാൻസലായി പോകാനൊക്കെ ഉള്ളൊരു സാധ്യത നമുക്ക് കാണാൻ പറ്റും അല്ലേ. പോസിറ്റീവ് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ഡയറക്ഷനിലും ഒന്ന്. അതായത് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ഡയറക്ഷനിലാണ്, ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് ക്യാൻസലായി പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ചാർജ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടുമുള്ള ഒരു റീജിയനിലൂടെ കടന്നു പോകുന്നു. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ചാർജ് മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്.
അത് മാത്രമല്ല ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അതും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് E, മാഗ്നറ്റിക് ഫീൽഡ് B ആൻഡ് വെലോസിറ്റി V ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അതിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. QE ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് അലോങ് പോസിറ്റീവ് y direction and minus QVB force due to magnetic field. ഓക്കെ, ഇനി നോക്കാം ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള കാര്യം കൊണ്ടുള്ളത്. അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ് ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കൊരു കേസ് കൺസിഡർ ചെയ്യാം. സപ്പോസ് E ആൻഡ് B ആർ സച്ച് ദാറ്റ് ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ QEയും അതുപോലെ QVBയും. അതിൽ Q കോമൺ ആണ് രണ്ടിലും. പിന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണ്. അതിൽ നമ്മൾ വേരിയബിൾ ആയിട്ട് വെക്കുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് വേണ്ട വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. So suppose a particle is moving with a particular velocity and you are adjusting the electric and magnetic fields, the magnitudes of electric and magnetic fields such that the two forces are equal. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള നെറ്റ് ഫോഴ്സ് എന്താ? QE മൈനസ് QVB അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഫോഴ്സും അതായത് QEയും QVBയും ഈക്വൽ ആക്കുന്നു. ഓക്കെ, ഈ രണ്ട് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്ത് വി ആർ മേക്കിംഗ് ദീസ് ടു ഫോഴ്സസ് ഈക്വൽ. അപ്പോൾ ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ചാർജ് അപ്പോൾ എന്തായിരിക്കും? 0. കാരണം QEയും QV ക്രോസ് B രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് നമുക്ക് നേരത്തെ കിട്ടി. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ പിന്നെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. ഓക്കെ, സോ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജസ് 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ചാർജ് കമ്പൈൻഡ് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോഴും, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആക്ട് ചെയ്യുന്ന ഒരു റീജിയനിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ദ ചാർജ് വിൽ മൂവ് അൺഡിഫ്ലക്റ്റഡ് അല്ല. എപ്പോഴാണ് അതെൻ്റെ ആക്ച്വൽ പാത്തിൽ നിന്ന് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്? എപ്പോഴാണ്? അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ. റൈറ്റ്, ചാർജ് ആയാലും ഒരു ഒബ്ജക്റ്റ് ആയാലും ഏതെങ്കിലും ഒരു മാസ് ആയാലും ഒക്കെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്തിൽ നിന്ന് അതിനൊരു ഡീവിയേഷൻ ഉണ്ടാവുന്ന എപ്പോഴാണ്? വെൻ എ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് യു ഹാവ് എ ചാർജ് മൂവിങ് വിത്ത് വെലോസിറ്റി V, മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ പാത്ത്, ഒരു പ്രത്യേക പാത്തിലൂടെ മൂവ് ചെയ്യുന്നൊരു ചാർജ്. ഈ ചാർജ് അതിൻ്റെ ആക്ച്വൽ പാത്തിൽ നിന്ന് അതിന് ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം അല്ല, ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിൽ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. പക്ഷേ നെറ്റ് ഫോഴ്സ് 0 ആവുന്ന രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചാർജ് ഡിഫ്ലക്റ്റ് ചെയ്യോ? ഇല്ല അല്ല. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സാണ് കൂടുതലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ചാർജ് ഡീവിയേറ്റ് ചെയ്യും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സാണ് കൂടുതലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലറായ ഡയറക്ഷനിലേക്ക് ചാർജ് ഡീവിയേറ്റ് ചെയ്യും. ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? ഈ രണ്ട് ഫോഴ്സസും ഈക്വൽ ആക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചാർജിന് ഡീവിയേഷൻ ഇല്ല. ഓർ when QE equal to QVB or V equal to E by B, the charge moves undeflected. അതായത് ഫീൽഡ് അവിടെ ഉണ്ടെങ്കിലും ചാർജിന് ആ ഫീൽഡ് കൊണ്ട് യാതൊരു ഇൻഫ്ലുവൻസും ചാർജിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ചാർജ് പാർട്ടിക്കിൾസ് ഓഫ് എ പെർട്ടിക്കുലർ വെലോസിറ്റി ഔട്ട് ഓഫ് എ ബീം കണ്ടെയ്നിങ് ചാർജസ് മൂവിങ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്സ്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇപ്പോൾ സപ്പോസ് പല വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കുറേ ചാർജസിൻ്റെ ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്ന ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് ആവശ്യമുണ്ട് ടു കണ്ടക്ട് സം കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ചെയ്യുക? ഏത് വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്? ആ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ അപ്ലൈ ചെയ്യുന്നു സച്ച് ദാറ്റ് V ഈക്വൽ ടു E by B. ഓക്കെ, അപ്പോൾ ആ ഒരു വെലോസിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടി, അതായത് ഏതൊക്കെ പാർട്ടിക്കിൾസിനാണ് ഈ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ളത് എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആ വെലോസിറ്റി കിട്ടുമ്പോൾ E by B എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഈ റീജിയനിലൂടെ ഈ ചാർജ് പാർട്ടിക്കിൾ കടത്തിവിട്ടാൽ
ഏത് പാർട്ടിക്കിളാണോ അല്ലെങ്കിൽ ഏത് വെലോസിറ്റി ആണോ നമുക്ക് ആവശ്യം, ആ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് മാത്രം ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോകും. ഓക്കെ, ആ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് മാത്രം ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോകും. ദേ ഗോ അൺഡിഫ്ലക്റ്റഡ്. ബാക്കിയെല്ലാം ആ നെറ്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് ദ വെലോസിറ്റി സെലക്ടർ. ദറ്റ് ഈസ് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ക്രോസ്ഡ് മീൻസ് എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ, സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ നോൺ ആസ് ക്രോസ്ഡ് ഫീൽഡ്സ്. അപ്പോൾ ഈ ക്രോസ്ഡ് ഫീൽഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ സെലക്റ്റഡ് ബഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് മൂവ് വിത്ത് എ പെർട്ടിക്കുലർ വെലോസിറ്റി. അങ്ങനെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു തിയറി, ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇതിന് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വെലോസിറ്റി സെലക്ടർ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് വെലോസിറ്റി സെലക്ടർ? ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ സോ അഡ്ജസ്റ്റഡ്, okay, and are applied in a direction perpendicular to the velocity and mutually perpendicular, such that the net force acting on the charged particle is equal to 0. അതായത് ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ആക്ട് ചെയ്യുന്ന ഒരു റീജിയനിലൂടെ കടത്തിവിടുന്ന ചാർജ് പാർട്ടിക്കിളിൽ നെറ്റ് ഫോഴ്സ് 0 ആവുന്ന രീതിയിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് മേ ബി collected or distinguished which move undeflected. അപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഡിഫ്ലക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകുന്ന ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ആ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വെലോസിറ്റി ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് E/B. ഓക്കെ, റൈറ്റ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിനാണ് എന്ത് പറയുക? ക്രോസ്ഡ് ഫീൽഡ്സ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആക്ട് ആസ് എ വെലോസിറ്റി സെലക്ടർ. അപ്പോൾ എന്താണ് വെലോസിറ്റി സെലക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ് ഒരു വെലോസിറ്റി സെലക്ടറായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഓൺലി പാർട്ടിക്കിൾസ് വിത്ത് സ്പീഡ് E/B പാസ് അൺഡിഫ്ലക്റ്റഡ് ത്രൂ ദ റീജിയൻ ഓഫ് ക്രോസ്ഡ് ഫീൽഡ്സ്. അപ്പോൾ ഈ വെലോസിറ്റി സെലക്ടറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് പറയാം. എന്താണ്? ഓൺലി പാർട്ടിക്കിൾസ് വിത്ത് സ്പീഡ് E/B സ്പീഡുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് ഡീവിയേറ്റ് ചെയ്യാതെ ഈ ക്രോസ്ഡ് ഫീൽഡിൽ കൂടി കടന്നു പോവുക. ഓക്കെ, E/B വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് ഡീവിയേറ്റ് ചെയ്യാതെ ഈ ക്രോസ്ഡ് ഫീൽഡ് റീജിയനിലൂടെ കടന്നു പോകാം. റൈറ്റ്, സോ ഓൺലി പാർട്ടിക്കിൾസ് വിത്ത് സ്പീഡ് E/B പാസ് അൺഡിഫ്ലക്റ്റഡ് ത്രൂ ദ റീജിയൻ ഓഫ് ക്രോസ്ഡ് ഫീൽഡ്. ഇനി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് J.J. തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇൻ 1897 he used this method to find the charge to mass ratio of an electron. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും ചാർജ് ടു മാസ് റേഷ്യോ, അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാസ്, ആ ഒരു റേഷ്യോ ലഭിക്കാൻ വേണ്ടിയിട്ട് J.J. തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എംപ്ലോയിഡ് ഇൻ മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിൽ ഇതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ടു സെപ്പറേറ്റ് ചാർജ് പാർട്ടിക്കിൾസ് അക്കോർഡിംഗ് ടു ദെയർ ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോയുടെ ഓർഡറിൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ, ഓക്കെ, ചാർജ് ടു മാസ് റേഷ്യോ അനുസരിച്ചിട്ട് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ മാസ് സ്പെക്ട്രോമീറ്റർ എന്ന ഡിവൈസിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോർ ഇൻഫർമേഷൻ സേക്ക് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി ഇത് ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ പാത്ത് ഓഫ് എൻ ഇലക്ട്രോൺ, മാസ് 9 × 10⁻31 kilogram and charge 1.6 × 10⁻19 coulomb, moving at a speed of 3 × 10⁻7 meter per second in a magnetic field of
6 into 10 raised to minus 4 Tesla perpendicular to it. Calculate its energy in keV. keV means kilo electron volt. 1 electron volt തന്നിട്ടുണ്ട് 1.6 into 10 raised to minus 19 joule. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഇസ് ദ റേഡിയസ്? റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്, ആൻഡ് വെലോസിറ്റി തന്നിട്ടുണ്ട്. v 3 into 10 raised to 7 തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഫോർമുല? ആർ ഈക്വൽ ടു mv by qb. mv by qb. mv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ്, വെലോസിറ്റി ഡിവൈഡഡ് ബൈ q, ബിയും തന്നിട്ടുണ്ട്. ഓക്കെ, 6 into 10 raised to minus 4 ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 0.28 മീറ്റേഴ്സ്. റേഡിയസ്, സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 0.28 മീറ്റേഴ്സ്. ഇനി പറഞ്ഞത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ്. കൈനറ്റിക് എനർജി നമുക്കറിയാം ½ mv². ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ½ mv² ചെയ്താൽ നമുക്ക് ജൂളിലാണ് കൈനറ്റിക് എനർജി കിട്ടുക. 40.5 into 10 raised to minus 17 ജൂൾ എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഇൻ keV, കിലോ ഇലക്ട്രോൺ വോൾട്ടിൽ കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ജൂളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു യൂസ് ദ റിലേഷൻ 1 keV ഈക്വൽ ടു 1.6 into 10 raised to minus 16 ജൂൾ. ഓക്കെ, 1 keV എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 16 ജൂളാണ്. അപ്പോൾ ഇത് നമുക്ക് ജൂളിൽ കിട്ടിയിരിക്കുന്നത് keVയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? 40.5 into 10 raised to minus 7, യെസ്, അത്രയും ജൂൾ. അത് keVയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ 1.6 into 10 raised to minus 16. ഓക്കെ, അപ്പോൾ ഇത്രയും keV, 2.5 keV. അതാണ് അതിൻ്റെ കൈനറ്റിക് എനർജി, 2.5 keV. ഓക്കെ, ഈ ഒരു റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുന്ന നല്ലതായിരിക്കും. അതായത് ജൂളിൽ നിന്ന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 into 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത് കിലോ ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ 1.6 into 10 raised to minus 16 കൊണ്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.